ഈ സിനിമ സഞ്ചരിച്ച വഴികളെന്ന് പറയുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ട്വിസ്റ്റും ടേണും ഒക്കെ ഇതിൻ്റെ സിനിമയായിട്ട് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് ഒരു മലയാളത്തിലെ ഒരു പ്രൊഡ്യൂസറാണ് തമിഴിൽ വലിയ വലിയ വിജയകരമായ സിനിമകൾ ചെയ്ത ഒരു പ്രൊഡ്യൂസറാണ് KT കുഞ്ഞുമോൻ. അദ്ദേഹം ജെന്റിൽമാൻ പോലെയുള്ള വലിയ സിനിമകളൊക്കെ ചെയ്യുന്ന കാലത്ത് അദ്ദേഹം എന്നെ സമീപിച്ചു മലയാളത്തിലൊരു വലിയ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാനതിന് വേണ്ടിയിട്ടൊരു കഥ ആലോചിക്കുന്ന ഘട്ടത്തിൽ റൈറ്റർ രഞ്ജിത്തുമായിട്ട് ഞങ്ങളൊരു കഥ ഇങ്ങനെ ആലോചിച്ചു. ഒരുപാട് കഥ ആലോചിച്ചിട്ട് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായില്ല. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഈ കഥാചർച്ചകളുടെ വിരസത മാറ്റാൻ വേണ്ടിയിട്ട് ചെന്നൈയിലാണ് ഞങ്ങളുടെ ചെന്നൈ കോൺട്രാക്ട്. ഇന്ന് സമയം ഓൾറെഡി മാറ്റാൻ വേണ്ടിയിട്ടൊരു സിനിമ കാണുന്നുണ്ട്. അതാണ് മാപ്പ് ചെയ്യുവാൻ എന്ന് പറയുന്ന വളരെ വലിയ ഹിറ്റായ ഹിന്ദി സിനിമ അവിടെ തിയേറ്ററിലാണ് നമ്മൾ ആ ദിവസം ഓടുന്നത്. ആ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. നമുക്ക് മലയാളത്തിൽ ഇതുവരെ ഇത്തരത്തിലൊരു ഒരു കളർഫുൾ മ്യൂസിക്കൽ ഡാൻസ് ഒക്കെ വളരെ എൻ്റർടൈൻമെൻറ്റ് നമുക്ക് ഉണ്ടായിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു സിനിമ ട്രൈ ചെയ്യാം. അതിൽ നിന്നാണ് അതാണ് ഫസ്റ്റ് തോട്ട് വരുന്നത്. അതിലൊരു കഥ രൂപപ്പെടുത്തിയിട്ട് ഞങ്ങൾ പോയി KT കുഞ്ഞുമോൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ല. അദ്ദേഹത്തിൻ്റെ അതിന് മുമ്പത്തെ സിനിമയിൽ ട്രെയിനിൻ്റെ മുകളിൽ കൂടെ ജീപ്പ് ചാടുന്ന അങ്ങനെ ഭയങ്കര ആക്ഷൻസും ഒക്കെ ഉള്ള വലിയ സിനിമയാണ്. എന്നെക്കൊണ്ട് അത് കൂട്ടിയാൽ കൂടാത്ത പരിപാടിയാണ് ഞാൻ പതുക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു തമിഴ് പ്രൊഡ്യൂസർ വരുന്നു. തമിഴ് പ്രൊഡ്യൂസർ സിനിമ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു കഥയായിട്ട് വന്നു. ആ കഥയൊന്നും എനിക്ക് വർക്കായില്ല. ആ സമയത്താണ് ഞാൻ അദ്ദേഹത്തിന് ഈ കഥ പറയുകയും അവർക്കത് താല്പര്യം വരികയും അങ്ങനെ അവർ ചെയ്യണം. ജയറാമിനെയും പ്രഭുവിനെയും കാസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു നായിക ആരാണ് എന്നുള്ള എൻ്റെ മനസ്സിൽ അതിൻ്റെ ഇടയിൽ മഞ്ജുവാണ്. മഞ്ജു ആ സമയത്ത് എൻ്റെ കൂടെ തന്നെ പ്രണയവർണ്ണങ്ങൾ എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്യണം. അതിൻ്റെ കണ്ണാടിക്കൂടും കുട്ടി എന്ന് പറയുന്ന പാട്ട് പെട്ടാസിൽ ഷൂട്ട് ചെയ്യുന്ന രാത്രി മുഴുവൻ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ മഞ്ജുവിനടുത്ത് ഈ പ്രോജക്റ്റിനെ പറ്റി പറയുന്നത്. മഞ്ജു ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം മഞ്ജു വന്ന് അത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മഞ്ജു ആ പ്രോജക്റ്റിലേക്ക് വരികയാണ്. തമിഴ് സിനിമയിൽ അന്നത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുന്നത് ഏരിയ വൈസുള്ള ഡിസ്ട്രിബ്യൂഷൻസാണ്. അപ്പോൾ ഏരിയ വൈസിൽ പടം മേടിക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് ഒരു ബിസിനസ് ടാക്ടിക്സാണ്. ഇതിൽ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് നടത്തുക, ഒരു പൂജാ സെറമണി നടത്തുക, അങ്ങനെ ഒരു പാട്ട് ഷൂട്ട് ചെയ്യണമെന്നുള്ള ഒരു ആവശ്യമാണ്. അങ്ങനെ ഒരു പാട്ട് സിനിമയിൽ വന്നേക്കാൻ സാധ്യതയുള്ളൊരു പാട്ട് റെക്കോർഡ് ചെയ്ത് അങ്ങനെ ആദ്യമായിട്ട് ഒരു പാട്ട് ഷൂട്ട് ചെയ്തു. ഫസ്റ്റ് മഞ്ജു പ്രഭു അഭിനയിക്കുന്ന ഒരു പാട്ട് ഷൂട്ട് ചെയ്തു. മഞ്ജുവിൻ്റെ ആദ്യത്തെ തമിഴ് സിനിമ അഭിനയിച്ച് അതിൽ ഷൂട്ട് ചെയ്ത സിനിമ ആയിരുന്നത്. അവർ പാട്ട് മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ. പക്ഷേ ആ സിനിമ ടേക്ക് ഓഫ് ചെയ്തില്ല. ഞങ്ങളെല്ലാവരും ഊട്ടിയിലേക്ക് ഷൂട്ടിങ്ങിന് പോകാൻ തയ്യാറായ 2 ദിവസം കൂടി ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ്. ആ സമയത്തേക്കും പ്രോജക്റ്റ് ഡ്രോപ്പായി. പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്തുള്ള ഒരു ഫിനാൻഷ്യൽ എന്നൊരു ഇൻട്രസ്റ്റ് വന്നു നിന്ന് പോയി. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളായിരുന്ന രഞ്ജിത്തായിരുന്നു. രഞ്ജിത്ത് തുടരുന്ന സിനിമയിലൊക്കെ പ്രൊഡ്യൂസറായ രഞ്ജിത്തായിരുന്നു. അദ്ദേഹം സിയാദ് ബക്കറിൻ്റെ ഒരു മറവത്തൂർ കനു എന്ന് പറയുന്ന സിനിമ കൂടെ വർക്ക് ചെയ്യുന്നത് പ്രൊഡക്ഷൻ കൺട്രോളായിട്ട്. അപ്പോൾ എൻ്റെ തമിഴ് പടത്തിൻ്റെയും പ്രൊഡക്ഷൻ കൺട്രോളർ രഞ്ജിത്തായിരുന്നു. ഇപ്പോൾ രഞ്ജിത്ത് എന്ന് രാവിലെ കുറേ പേപ്പറൊക്കെ ചുരുട്ടിപ്പിടിച്ച് പോകും. സിനിസാറിൻ്റെ തമിഴ് പടത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് പോകും. ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു ആ പ്രോജക്റ്റ് ഡ്രോപ്പായി. പക്ഷേ മലയാളത്തിൽ ഗംഭീര കഥയാണ്, മലയാളത്തിലെടുത്താൽ നന്നാവും. അപ്പോൾ സിയാദ് ഞാൻ കഥ കേൾക്കാമെന്ന് സിയാദ് കഥ കേൾക്കുന്നു. അങ്ങനെ ആ പ്രോജക്റ്റ് മാറി മലയാളത്തിലേക്ക് എത്തുകയാണ്. ഈ പഠനമേൽ തന്നെ വളരെ യാദൃച്ഛികമായി ഞാൻ 10 വർഷത്തിന് മുമ്പ് അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യണം. ഞാൻ സത്യനന്ദിക്കാടും ഒക്കെ ആയിട്ടുള്ള കൂട്ടുകെട്ടിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. BTH ഭാരത് ടൂറിസ്റ്റ് ഹോം എന്ന് പറയുന്ന സ്ഥലത്ത് വേറൊരു പടത്തിൻ്റെ ഡിസ്കഷൻ്റെ ഇടയിലാണ് ഞാൻ പോയി മീറ്റ് ചെയ്തിട്ട് ഞാൻ പറയുന്നത് എനിക്കൊരു പടം ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും അത് ചെയ്യാം. ഞാൻ കുറച്ച് പടങ്ങളായി. പക്ഷേ 10 വർഷത്തിന് ശേഷമാണ് അത് സംഭവിച്ചത്. സ്ഥിതി ആദ്യം പറഞ്ഞതുമാതിരി തന്നെയാണ്. സിനിമ സംഭവിക്കുന്നതാണ്. നമ്മൾ നാളെ കാലത്തൊരു സിനിമ ഉണ്ടാക്കാം, എൻ്റെ ഭാവനയിലുള്ള കാര്യം നാളെ കാലത്തൊരു സിനിമ ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. അത് സംഭവിക്കപ്പെടും. അതിന് തോട്ട് പ്രോസസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ തോത്തിണങ്ങി വരുമ്പോൾ അത് സംഭവിക്കുന്നതാണ്. ഈ സംരംഭത്തിലെ എൻ്റെ ഒരു പ്രത്യേകത സിബി നേരത്തെ സൂചിപ്പിച്ചു. ഇതിൻ്റെ ക്ലൈമാക്സ് നിരഞ്ജൻ എന്ന കഥാപാത്രമില്ല. സിനിമ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ പകുതിയായപ്പോഴും ഇല്ല. ഞങ്ങൾക്ക് ആകെ അറിയാവുന്നത് ആമിയുടെ ചുറ്റുപാടുമുള്ള ടെന്നീസിനെയും
അങ്ങനെയുള്ള ഒരു കുറേ കാര്യം അദ്ദേഹം ഒരു എക്സ്കർഷൻ മൂഡിലുള്ള സിനിമയായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം അതൊരു വെക്കേഷൻ ടൈമിലാണ് ഷൂട്ട് ചെയ്തത്. എൻ്റെ ഫാമിലി അവിടെ ഉണ്ടായിരുന്നു. ഇന്നെൻ്റെ മകള് ഇവിടെയുണ്ട്. അവളൊക്കെ കൊച്ചായിരുന്നപ്പോഴത്തേക്കും ആ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. മഞ്ജുവിന് ഒക്കെ അറിയാം. പക്ഷെ ഇപ്പോഴും അതിശയത്തോടു കൂടിയാണ് മഞ്ജുവിന് അവളെ മീറ്റ് ചെയ്തത്. അവൾ നേരത്തെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു എൻ്റർടൈൻമെൻറ്റിലല്ലാതെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ഒരു സിനിമ ചെയ്യുക ജീവിതത്തിൽ ചിലപ്പോൾ കിട്ടുന്ന ഭാഗ്യങ്ങളാണ്.